പച്ചക്കിളി മുത്തിച്ചരം മുല്ലൈ കുടിയാരോ പാവൈ എന്നും തേരിൽ വരും ദേവൻ മകൾ നീയോ ഉന്നിരം പിള്ളை മനം വള്ളൽ ഗുണം യാരോ പാർവൈ എന്നും തേരിൽ വരും ദേവൻ മകൾ നീയോ. ഹലോ, എന്താടാ അതിന് നീ ഇങ്ങോട്ട് വരണെന്നാ? ഞാൻ തലയും കുത്തി കളിക്കുക. ആ വാ 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 ശരി വാ. എന്തോ രാവിലെ കലിപ്പ്? ആര് പോണല്ലോ? രാമൻ. അതിനോ ഇങ്ങനെ കലിപ്പിട്ട്? ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ തിരികെ തലയും കുത്തി കൂടെ വയ്ക്കണു. എനിക്ക് അവന്റെ ശബ്ദം കേൾക്കുമ്പോഴേ കാലു കൂടെ പറയില്ലേ. നമുക്കറിയാലോ. ചിന്നി ചിന്നി മക്കളെ എന്തേ മക്കളെ വരണ? ഓ കുറച്ചു മുമ്പേ രാമൻ വിളിച്ചിരുന്നു. ശരി ശരി വരി വരി. ശരി അവളും പറഞ്ഞു. രണ്ടുപേരും കൂടെ ഇങ്ങനെ വിളിച്ചു പറയണെന്തിന്? കരിപ്പാറ്റും തന്നെയാണ് രണ്ടും കൂടെ. അതന്നെ അതന്നെ അടി ഉണ്ടാക്കി കാണും. അപ്പൊ ഇച്ചിരി വല്ല പൊട്ടെടുത്തെന്നാ കമ്മലെടുത്തെന്ന് പറഞ്ഞായിരിക്കും അടി. എന്തെങ്കിലും ചെറിയ കാര്യം മതിയല്ലോ. മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാ ഈരിയും പാമ്പുവാ. സത്യം. എന്നാ സ്നേഹിച്ച നക്കിക്കൊല്ലുവാ. അയ്യോ നക്കിക്കൊല്ലുന്നു. നക്കിക്കൊല്ലു എന്തിനാ? അങ്ങേര് പട്ടിയാ? പട്ടിയല്ലടി, അത്ര സ്നേഹം കൊണ്ട് നക്കി പോണതാ. മക്കളെ നീ ചെന്ന് രവിയുടെ പറ ചിന്നു രാമന് പറഞ്ഞെന്ന് പറ കേട്ടാ. അല്ല പോ. എന്നാലേ അവരെന്തിനായിരിക്കും വഴക്കുണ്ടാക്കിയേ? ആർക്കറിയാം. അപ്പൊ ഒരുമിച്ച് ചോദിക്കണം കേട്ടോ. അത് ചോദിക്കും ഞാൻ. ചോദിക്കണം. ശരി മക്കളെ. പച്ചക്കിളി മുത്തിച്ചരം മുല്ലൈ കൊടിയാരോ പാവൈ എന്നും തേരിൽ വരും ദേവൻ മകൾ നീയോ. പറ, സാമ്പാർ ഉണ്ടാക്കണോ എരിശ്ശേരി ഉണ്ടാക്കണോ? എന്തുണ്ടാക്കിയാലും ഇത് തന്നെ അല്ലേ. നീ എന്തുണ്ടാക്കിയാലും രുചിയാണല്ലോ. അപ്പൊ നീ നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കും മണി. അമ്മ എനിക്ക് മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ കൊതിയാണ്. ഈ മാസം തന്നെ മാമ്പഴ പുളിശ്ശേരി കഴിക്കണം അല്ലേ? ശരിയാണല്ലോ. ആച്ചാ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? തൈരില്ല. തൈരില്ല ഇവിടെ. തൈരില്ലേ? അച്ഛാ 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 തൈര് വാങ്ങിച്ചു. എനിക്കിപ്പോ പോകാനൊന്നും വയ്യ. എന്തോന്ന് അച്ഛാ പ്ലീസ്. കൊതി ആയിട്ടല്ലേ. ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം ഉണ്ടായി തരാം. ഉച്ചക്ക് ചോറ് കഴിക്കാൻ എടുത്ത് വൈകിട്ട് വാങ്ങിച്ചു തന്നിട്ട് എന്ത് കാര്യം? ഇന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമ്പോളെ നാളെ വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു എന്തോന്നിടത്? നീ നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ള കറി എന്തോന്ന് ആലോചിച്ചിട്ട് ഒന്നും കിട്ടണില്ലല്ലോ ഭഗവാന്. ഒരാൾക്ക് സാമ്പാർ പിടിക്കൂല, ഒരാൾക്ക് പുളിശ്ശേരി പിടിക്കൂല, ഒരാൾക്ക് മറ്റേ എരിശ്ശേരി പിടിക്കൂല, രസം പിടിക്കൂല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുന്നത്. അതെ, രാമങ്ങളും ചിന്നപ്പച്ചി വരാൻ ചിന്നു വരുന്ന വരാൻ പോണോ? അടിപൊളി, പ്രോബ്ലം സോൾവ്. കറി എന്തുണ്ടാക്കണം തീരുമാനമായി. ചിന്നുവിന് രാമന് ഇഷ്ടമുള്ള കറി എന്താ അറിയോ? ഉള്ളിത്തീയല്. അത് മതി. ആ ഉള്ളിത്തീയൽ അവിടെ വേവൂല. എന്ത് പറ്റി? അവർ രണ്ടുപേരും നല്ല കലിപ്പിലാണ്. ആരോട്? ആരോടും അല്ല, അവർ രണ്ടുപേരും തമ്മിൽ അടിയാണെന്ന്. തമ്മിലടിയാ? എന്തിന് പിങ്കി ഇങ്ങനെ ഇല്ലാത്ത പറയണം? അവര് തമ്മിൽ എന്തടി? നല്ല സ്നേഹത്തിലല്ലേ? ഇല്ലാത്തതാ. പിന്നെ ഇല്ലാത്ത പറയാൻ എനിക്ക് എന്തൊരു ഭ്രാന്താ ആണ്. ഇനി നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, ഭാര്യയും ഭർത്താവുമ്പോ അടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവര് തമ്മിലുള്ള അടി ഉണ്ടല്ലോ ഇച്ചിരി ഓവറാ അല്ലേ? തോന്നില്ലേ? അയ്യോ ആരീ പറയണം? ആരാ പറയുന്നേ? അത് ഞങ്ങള് തമ്മിൽ അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ അത് നല്ല അന്തസ്സായിട്ട് ഞങ്ങള് പരിഹരിക്കുന്നുണ്ട് ഇല്ലേ? പിന്നെ അതല്ലേ ഇവൾക്കറിയാമോ? കൊള്ളാം, വാദി പ്രതിയായി. ശരി, ഞാൻ പോണു. അതാ നല്ലത്. കൊച്ചമ്മച്ചി. എന്തൊരു വെയില് ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ ഓട്ടോ ഓടിച്ചാ മതി. ഒരു ഓട്ടോയ്ക്ക് ഭയങ്കര ചാർജ് ആണ്. നീ വെയിലെന്നും പറഞ്ഞു പൈസ കഷ്ടമാണോ? അവിടെ ഇരിക്കണ കുരിപ്പ്. അതാ പറഞ്ഞു. അപ്പോ അപ്പോ അപ്പൊ രാമങ്ങൾ അപ്പച്ചി വന്നേ. അപ്പോ നീ നമ്മളെ കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഒരു കൊടക്കയില്ലേ? എന്ത് പ്രശ്നമൊന്നുമില്ലേ? കൊട പിന്നെ കൊട ഇങ്ങനെ ഇട്ടിട്ട് എന്റെ മുളക് കയറി കേട്ടോ. ഓ നല്ല രസം. നീ പോ, അങ്ങനെ കുന്തത്തി പോകണമല്ലോ.
തൂക്കിട് പോ കൊണ്ടുവയ്ക്കാൻ കുട കൊണ്ട് വെക്കേ. വന്ന് കേറിയപ്പോ തന്നെ തുടങ്ങിയല്ല നിന്റെ ചൊറി. നിങ്ങൾ പ്രശ്നമൊന്നുമില്ലല്ലേ? അടിച്ചിരിക്കണ ആ കവിളില് തൊട്ടത് കൊള്ളാടി. പറഞ്ഞില്ലേ? വരാ. അപ്പാ